ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. 28-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ വെച്ച് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ കാണിച്ചില്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത്, എൻ്റെ ഡ്രസ്സ് എടുത്ത്, മുന്നേ ഡ്രസ്സ് എടുത്ത്, ഇവളെ ഡ്രസ്സ് എടുത്ത്, അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പോൾ സിറ്റുവിൻ്റെ ബാക്കിയുണ്ട്, പിന്നെ അല്ലറ ചില്ലറ കുറേ ഷോപ്പിങ്സ് ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ഫുഡൊക്കെ ആക്കുകയാണ്, മുട്ടയൊക്കെ ആക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ വേഗം നോക്കട്ടെ. ഇനിയിപ്പോൾ പോകുമ്പോൾ ഉള്ള ഭാഗം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുൾ സെറ്റായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി. ഇനി നമുക്ക് വേഗം ഷോപ്പിങ്ങിന് പോവാം അല്ലേ? ഷോപ്പിങ്ങിന് പോവാം. സന്തോഷം സന്തോഷം. അപ്പോൾ ഞാൻ ഇവിടെ കാർ സീറ്റിൽ ഇട്ടട്ടെ. അപ്പോൾ സിട്ടപ്പനെ കാർ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറട്ടെ. പണി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ടയർ ഫുള്ള് പോയി, ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കൊളായിന്ന് തോന്നുന്നു. എല്ലാ നമ്മൾക്കൊരു സാധനം ഇല്ലേ, അത് എടുത്തിട്ട് വന്നാലോ? അപ്പം ഇതാണ് നമ്മളെ സാധനം. എന്താണല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഗാരോ പോർട്ടബിൾ ടയർ ഇൻഫ്ലാറ്റർ. ഇതൊരു ചെറിയതും കോഡ്ലെസ് ആയതുമായ പോർട്ടബിൾ ടയർ ഇൻഫ്ലാറ്ററാണ്. അതായത് വയറുകളൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എവിടെ യൂസ് ആക്കാം. ഇതിൻ്റെ ഡിസൈൻ വളരെ കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് കാറിലോ ബൈക്കിലോ ബാഗിലോ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഈ ഇൻഫ്ലാറ്ററിൽ പവർഫുൾ മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ടയർ വേഗത്തിൽ നിറക്കാൻ പറ്റും. ഇതിൽ വലിയ LED ഡിസ്പ്ലേ ഉണ്ട്. അതിലൂടെ ടയറിൻ്റെ പ്രഷർ വാല്യൂ ക്ലിയർ ആയി കാണാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രഷർ പ്രീസെറ്റ് ചെയ്ത് കൊടുക്കാം. അത് എത്തിയ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവും. അതിനാൽ ഓവർ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല. ഇത് യൂസ് ആക്കുന്നത് ഭയങ്കര ഈസിയാണ്. ഇത് കാർ ടയർ മാത്രമല്ല, ബൈക്ക്, സൈക്കിൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ പോലുള്ളൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ LED എമർജൻസി ലൈറ്റും ഉണ്ട്. അതുകൊണ്ട് രാത്രി സമയത്ത് പോലും വളരെ സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റീചാർജബിൾ ബാറ്ററി ഉള്ളതിനാൽ ഫുൾ ചാർജ് ചെയ്താൽ ഏകദേശം 25 മിനിറ്റ് വരെയൊക്കെ ഉപയോഗിക്കാം. കൂടാതെ Type-C ചാർജിംഗ് പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ചാർജ് ചെയ്യാനും ഈസിയാണ്. ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തരം ഒരു ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ടയർ പ്രഷർ ചെക്ക് ചെയ്യാനും എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാനും ഇത് സഹായിക്കും. അതുകൊണ്ട് അഗാരോ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ഡെഫിനറ്റ്ലി ഒരു പ്രാക്ടിക്കൽ ഗാഡ്ജറ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ട് പർച്ചേസ് ചെയ്തോ. അപ്പോൾ ടയറൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം പോട്ടെ. ഓൾറെഡി ലേറ്റായി. ഇനി വേഗം പോയി നമ്മൾ ഷോപ്പ് ചെയ്യട്ടെ. ഇനി വഴിയെ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സിട്ടപ്പിന് കുപ്പായ എടുക്കാനാണ് പോയത്. മെയിൻ കാര്യം അത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തെങ്കിലും എടുക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവന് കുറേ സ്ഥലത്ത് നമ്മൾ ഡ്രസ്സ് നോക്കി. നമ്മൾ ഒന്നാമത് കുറച്ചെന്തെങ്കിലും ഒരു വെറൈറ്റി, പിന്നെ ഈ കോട്ട് സൂട്ട് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കുന്നുണ്ടായിട്ടില്ല. കുറച്ചൊരു വെറൈറ്റി, ഒരു ട്രെൻഡി ടൈപ്പ് എന്തെങ്കിലും അങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായത്. അങ്ങനെ കുറേ എനിക്കൊന്ന് 3-4 ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടാവും. എന്നിട്ടാണ് ലാസ്റ്റ് കിട്ടിയെന്നില്ല, നമ്മൾ കിട്ടിപ്പിച്ചതെന്ന് വേണം പറയാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സൈനിലെ ബാനിൽ പോയി അവിടെ നമ്മളെ മെയിൻ സാധനം വാങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു കാപ്പി കുടിക്കാന്നുള്ളൊരിതും വന്നത്. അവിടെ നിന്ന് അങ്ങനെ കാപ്പി കുടിക്കാൻ കൂടി ചെയ്തു. പ്രത്യേകിച്ചൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ കാപ്പി കുടിച്ചു. പിന്നെ ഒരു പരിപ്പുവട മാത്രം കഴിച്ച്. പിന്നെ നമ്മളെന്താ കഴിക്കുമ്പോൾ അവർക്കും വേണം. അപ്പോൾ എന്ന് വെച്ചാൽ അധികം കഴിച്ചാൽ പണിയാവുമെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ അധികം ഇതാക്കുന്നില്ല. അപ്പോഴത്തേക്കന്നെ ഫുൾ ടയേർഡായിന്. നേരെ പിന്നെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം സിറ്റുവായിട്ട് കുറയ്ക്കുന്നുണ്ട്. നല്ല ചുമയാണ് മക്കൾക്ക് രണ്ടാക്കും. ഓക്ക് നല്ല ചുമയാണ്. മോന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തി. ആ സമയത്ത് പിന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിന് സിറ്റുവിനെ മെയിനായിട്ട് എടുക്കാനുണ്ടായത്. ബാക്കി എല്ലാവരുടെ ഏകദേശമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ എടുത്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു കൊടുക്കണോ? ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നോട്ട് പറയുന്നത് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അനക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇപ്പം കാണിച്ചത് നമ്മളെ ബർത്ത്ഡേ വ്ളോഗും കാര്യങ്ങളൊന്നും വരുമ്പം ഒരു സുഖം ഉണ്ടാവില്ല കാണാൻ, അല്ലേ? അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇടിയുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ബർത്ത്ഡേ വ്ളോഗിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ എല്ലാ ഡ്രസ്സ്, നമ്മളെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്, മുന്നേ ഡ്രസ്സ്, അങ്ങനെ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അതായിരിക്കും നല്ലത്. സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. മുന്നേണ്ടത് പിന്നെ പിള്ളേർക്കൊന്നും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ് നമ്മൾ മെയിനായി ചെന്ന് പോയൊരു സ്ഥലമുണ്ട്. എവിടെയെന്നല്ലേ? സൈൻലബാൻ. നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം നമ്മൾ തിന്നിട്ടുണ്ട്. നമ്മൾ കണ്ണൂരൊക്കെ ഉള്ള സമയത്ത് അവിടെ നിന്നൊക്കെ നമ്മൾ ഇടക്കിടക്ക് വാങ്ങി തിന്നലുണ്ട്. അത് എല്ലാണ്ട് നമ്മൾ തലശ്ശേരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പ്രാവശ്യം മുന്നോട്ട് കൊണ്ടുത്തന്നതിന് ഇപ്പം നമ്മൾ പോയി വാങ്ങി. അപ്പോൾ അത് തന്നെ നമുക്ക് തിന്നാം. ഓക്കെ, ഇതാണ് നമ്മളെ സൈൻലബാൻ. അതിന് നടുക്ക് ശിവാട്ടി ഒന്നടിച്ച്. അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ന്യൂട്ടല ഫ്ലേവറിൽ സലങ്കാട്ടിയാണ് എൻ്റെ ഫേവററ്റ്. ഇതാട്ടെ നമ്മൾ ചീസ് ബോംബ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നുള്ള അതിൻ്റെ പേരെന്ന്, ഒരു വലിയൊരു കേക്കില്ല, ഒരു സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ പേരെന്ന് ഓർമ്മയില്ല.
അത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് സ്ഥലം കാട്ടിയാണ്. അതിൻ്റെ ന്യൂട്ടെല്ല പിസ്താഷ്യോ ഫ്ലേവറും ഇഷ്ടമാണ്, പ്ലസ് ന്യൂട്ടെല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് ഞാൻ തിന്നട്ടെ. തിന്ന് ഇടക്കിടക്ക് വാങ്ങലുണ്ട് ഇപ്പോൾ സത്യം പറയാം. ഇപ്പോൾ തലശ്ശേരിയും കൂടി വന്നപ്പോൾ പിന്നെ പറയാൻ വേണ്ട. പിന്നെ ഇതിന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഓവർ മധുരം ഇല്ലാന്ന്. ഇതിന് കുറച്ച് മധുരം കുറവാണ്. സൂപ്പറാണ് ഗൈസ്. ഇത് തിന്നാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം കൊണ്ട് തിന്ന് നോക്കണം, അത്രക്ക് സൂപ്പറാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതൊക്കെ ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ പിള്ളേർ ഉറങ്ങായി, നമുക്ക് ഇത് തിന്നിട്ട് വേണം ഉറങ്ങാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി വഴിയെ ഓരോരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. മക്കളുടെ ബർത്ത്ഡേ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.